Good morning, students. How are you all? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സേഫായി ഹാപ്പിയായി വീട്ടിലിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിന് എല്ലാവരും റെഡിയാണോ? ഓക്കെ, ഗുഡ് ചിൽഡ്രൻ. ഇന്ന് നമ്മൾ പാഠപുസ്തകത്തിലില്ലാത്ത പുതിയൊരു ടോപ്പിക്കാണ് കാണാനായിട്ട് പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ടീച്ചർ 2 കഥ നിങ്ങളോട് പറയും. ഈ 2 കഥയും കേട്ടിട്ട് അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളത് നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ച് വെക്കണം കേട്ടോ. ഓക്കെ, ആദ്യത്തെ കഥ ധനികനായ ഒരു പാൽ കച്ചവടക്കാരന്റെ കഥയാണ്. ധനികനായ ഈ പാൽ കച്ചവടക്കാരൻ ചന്തയിലേക്ക് പാൽ വിൽക്കാനായി പോകുന്നത് ഒരു നദി കുറുകെ കടന്നാണ്. അപ്പം എല്ലാ ദിവസവും ഈ പാൽപാത്രവുമായി അദ്ദേഹം നദി കുറുകെ കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനൊരു വിചാരം ഉണ്ടാവും: എന്തായാലും നദി കുറുകെ കടന്നാണ് ഞാൻ ഈ പാൽ വിൽക്കുവാനായിട്ട് ചന്ത വരെ പോകുന്നത്. എങ്കിൽ കുറച്ച് അധികം വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് അധികം പ്രതിഫലം ലഭിക്കും. ഈ പാല്, വെള്ളം കൂടിയ പാല് ഞാൻ ചന്തയിൽ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് എനിക്ക് കൊടുക്കുവാൻ സാധിക്കും. അതുവഴി എനിക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും എന്ന് അദ്ദേഹം വിചാരിച്ച് കുറേ നാളുകൾ ഈ കള്ളത്തരം അദ്ദേഹം ചെയ്തു വന്നു. അങ്ങനെ ചെയ്ത് അദ്ദേഹം വലിയൊരു ധനികനായ പാൽ കച്ചവടക്കാരനായിട്ട് മാറി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ പാൽ കച്ചവടക്കാരന്റെ മകന്റെ കല്യാണം വന്നു. അപ്പൊ കല്യാണത്തിനുള്ള ആവശ്യ സാധനങ്ങളും മറ്റാഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങുവാനായിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് പതിവ് പോലെ പുറപ്പെട്ട് നദി കുറുകെ കടന്ന് ചന്തയിലെത്തി. ചന്തയിൽ നിന്ന് കുറച്ച് പേരുടെ കാശൊക്കെ കൂടുതൽ കിട്ടുവാനുണ്ടായിരുന്നു. അവിടുന്ന് അതൊക്കെ വാങ്ങി അദ്ദേഹം മകന്റെ കല്യാണത്തിന് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി വഞ്ചിയിൽ കയറി. അപ്പോഴതാ പെട്ടെന്ന് നമ്മുടെ വഞ്ചി അങ്ങ് മറിഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുണ്ടായിരുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും മറ്റെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി പോയി. കള്ളത്തരത്തിലൂടെ വാങ്ങിച്ചെടുത്ത പൈസ കൊണ്ട് വാങ്ങിയതാണ് ഇതെല്ലാം. അപ്പൊ പെട്ടെന്ന് നദിയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടു: നിങ്ങൾ കരയണ്ട, നിങ്ങള് സത്യസന്ധമല്ലാത്ത വഴിയിലൂടെ നേടിയ പണമെല്ലാം ഈ വെള്ളത്തിൽ ഒഴുകിപ്പോയി. ഓക്കെ, ഇതാണ് ആദ്യത്തെ കഥ. ഇനി രണ്ടാമത്തെ കഥ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ അമ്മയുണ്ട്, 2 പെങ്ങന്മാരുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചുപോയി. ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ആ ചെറുപ്പക്കാരന് ജോലിയൊന്നും ആയിട്ടില്ല. അപ്പൊ ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇങ്ങനെ വളരെ വിഷമിച്ച വഴിയരികിൽ കൂടെ തന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ബാഗ് ശ്രദ്ധയിൽപ്പെട്ടു. ആ ബാഗ് അദ്ദേഹം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അത് തുറന്നു നോക്കി. പെട്ടെന്ന് അദ്ദേഹം ഞെട്ടിപ്പോയി. അതിനകത്ത് 1,00,000 രൂപ കിടക്കുന്നു. ഒപ്പം അതിന്റെ കൂടെ ഒരു അഡ്രസ് എഴുതിയ ഒരു നോട്ട് പാഡും ഉണ്ട്. അപ്പൊ അദ്ദേഹം ഈ കാശുമായിട്ട് ആദ്യം തന്റെ അമ്മയുടെ അടുക്കിലേക്ക് ചെന്നു. അമ്മയെ കാണിച്ചു: അമ്മയെ, ഞാൻ ഇങ്ങനെ വഴിയിലൂടെ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ബാഗ് കിട്ടി, ഇത് വെച്ച് എന്താ ചെയ്യണ്ടേ? അമ്മയോട് ചോദിച്ചു. ഉടനെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: മോനെ, നമുക്കിത് അർഹതപ്പെട്ട കാശല്ല. ഇതിൽ ഏതായാലും ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. നീ അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് ഈ പണം അതിന്റെ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കണം എന്ന് അവന്റെ അമ്മ അവനോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞതുപോലെ അവൻ അനുസരിച്ചു. ആ പണവുമായിട്ട് അവൻ അതിന്റെ ഉടമസ്ഥനെ തേടിയിറങ്ങി. അപ്പം അദ്ദേഹം ചെന്നത് ഒരു മില്ലിന്റെ ഫ്രണ്ടിലാണ്. ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഒരു വലിയ ധനികനായ ഒരു മില്ല് ഓണർ ആയിരുന്നു. അപ്പൊ മില്ല് ഓണർ ഈ ചെറുപ്പക്കാരന്റെ സത്യസന്ധത കണ്ട് ഈ ചെറുപ്പക്കാരനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അന്വേഷിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് അദ്ദേഹത്തിന്റെ ജോലി, പേരെന്താണെന്നൊക്കെ ചോദിച്ചപ്പം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു: എനിക്ക് ജോലിയൊന്നും ആയില്ല, എന്റെ വളരെ കടക്കണയിലാണ് കുടുംബം, 2 പെങ്ങന്മാരുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ദുരിതസ്ഥിതിയൊക്കെ മനസ്സിലാക്കി ഈ മില്ലോണർ എന്ത് ചെയ്തെന്നറിയാവോ? ആ മില്ലില് വളരെ വലിയൊരു പോസ്റ്റിൽ ഇദ്ദേഹത്തിന് ഒരു ജോലി കൊടുത്തു. അങ്ങനെ ആ ചെറുപ്പക്കാരന് ഒരു ജോലി കിട്ടി. അയാൾ ഒരുപാട് സന്തോഷവാനായി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഇതാണ് 2 കഥകൾ. നിങ്ങൾക്ക് എന്താ ഈ 2 കഥയിൽ നിന്ന് മനസ്സിലായത്? ആദ്യത്തെ കഥ ഒട്ടും സത്യസന്ധത ഇല്ലാത്തൊരു മനുഷ്യനെ പറ്റിയായിരുന്നു അല്ലെ? കള്ളത്തരം കാണിച്ചിട്ട് അവസാനം അദ്ദേഹത്തിന് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. രണ്ടാമത്തേത് ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. ഒരു സത്യസന്ധമായ പ്രവൃത്തിയിലൂടെ ഒരു ജോലി വരെ അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പൊ എന്തായിരിക്കും ടീച്ചർ എന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? വെരി ഗുഡ്. ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത് സത്യസന്ധതയെ കുറിച്ചാണ്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. എന്താണ് ഈ ഓണസ്റ്റി? അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ? What is honesty? Honesty is telling the truth regardless of the circumstances or consequences. ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്.
ഏതൊരു സാഹചര്യവുമായിക്കോട്ടെ, ഇപ്പം നമുക്ക് നല്ലത് വരുന്നതോ നമുക്ക് ചീത്ത വരുന്നതോ അങ്ങനെ ഏതൊരു സാഹചര്യമായാലും സത്യം സത്യമായി എന്താണ് സംഭവിച്ചത് എന്നുള്ള വസ്തുത പറയുന്നതിനെയാണ് ഓണസ്റ്റി അല്ലെങ്കിൽ സത്യസന്ധത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് കോൺസിക്വൻസസ് ഉണ്ടായാലും, എന്ത് പരിണിത ഫലങ്ങൾ നമ്മൾ ആ സത്യം പറയുന്നു എന്നതുകൊണ്ടുണ്ടായാലും അത് മാറ്റിവെച്ച് കള്ളത്തരം പറയാതെ സംഭവിച്ചത് അതുപോലെ തന്നെ തുറന്നു പറയുന്ന വസ്തുതയാണ് സത്യസന്ധത അല്ലെങ്കിൽ ഓണസ്റ്റി. നേച്ചർ ഓഫ് ഓണസ്റ്റി. There is no contradiction or discrepancies in thoughts, words or actions. അതായത് നമ്മളിപ്പോൾ സത്യസന്ധമായിട്ട് പെരുമാറുകയാണെങ്കിൽ നമ്മുടെ ചിന്തകളിലും നമ്മുടെ വാക്കുകളിലും പ്രവർത്തികളിൽ നിന്നും ഒരു പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ കാണത്തില്ല. നമ്മൾ സത്യസന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ ആ കാര്യങ്ങൾ തന്നെ നമ്മൾ സംസാരിക്കും, ആ കാര്യങ്ങൾ തന്നെ നമ്മൾ പ്രവർത്തിക്കും. അതിലൊന്നും ഒരു പൊരുത്തക്കേടും കാണുകയില്ല. is a basic requirement for human being to live harmoniously. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സ്വരച്ചേർച്ചയോടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. is telling the truth. സത്യസന്ധമായ ഒരു മനുഷ്യൻ എപ്പോഴും സത്യങ്ങൾ മാത്രമേ പറയത്തും പ്രവർത്തിക്കത്തുള്ളൂ. is a fair and straightforward conduct. അതായത് വളരെ ന്യായമായ ഒരു പെരുമാറ്റമായിരിക്കും സത്യസന്ധനായ ഒരു മനുഷ്യനുള്ളത്. എല്ലാവരോടും ന്യായമായ രീതിയിൽ ആരോടും ഒരു ബയസ്ഡ് ആവാത്ത ഒരു പെരുമാറ്റമായിരിക്കും ഒരു സത്യസന്ധനായ മനുഷ്യന് ഉണ്ടായിരിക്കുക. ഇസ് ബീയിങ് സിൻസിയർ ആൻഡ് ട്രസ്റ്റ്ഫുൾ. വളരെയധികം ആത്മാർത്ഥതയുള്ള ഒരാളായിരിക്കും. മറ്റൊരാൾക്ക് നന്മ വരണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ആത്മാർത്ഥതയുള്ളവരാണ്. നമ്മൾക്ക് ഉള്ള വില പോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്കും വില കൽപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. It holds the positive attributes like trustworthy, honorable, genuine and loyalty. നമ്മൾ സത്യസന്ധരായിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് കൂടെ ചേർക്കപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണത്? ട്രസ്റ്റ്വർത്തി, ഓണറബിൾ, ജെന്യുവിൻ ആൻഡ് ലോയലിറ്റി. നമ്മൾ ഒരുപാട് ആത്മാർത്ഥതയും ഒരുപാട് വിശ്വസ്തതയും ഒക്കെയുള്ള ആൾക്കാരായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെയാണ് സത്യസന്ധരായ ഒരു മനുഷ്യർക്കുള്ള നേച്ചർ അല്ലെങ്കിൽ സത്യസന്ധതയുടെ സ്വഭാവങ്ങൾ. ഇങ്ങനെയൊക്കെയാണ്. പൊരുത്തക്കേടുകളൊന്നും കാണത്തില്ല. നമുക്ക് എല്ലാവർക്കും സ്വരച്ചേർച്ചയോടെ ജീവിക്കാനായിട്ട് സാധിക്കും. സത്യം മാത്രമേ പറയുകയുള്ളൂ. ന്യായമായ പെരുമാറ്റവുമായിരിക്കും. അപ്പോൾ സത്യസന്ധതയുടെ അർത്ഥവും അതിൻ്റെ സ്വഭാവങ്ങളും ഒക്കെ നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ എന്താണ് ഈ ഓണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് കള്ളത്തരം കാണിക്കാതെ ഉള്ളതുപോലെ സംഭവിച്ചത് എങ്ങനെയാണോ അത് അതുപോലെ തുറന്നു പറയുക. മറ്റുള്ളവർക്ക് കോട്ടം വരുന്ന രീതിയിലൊന്നും നമ്മൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുക. മനസ്സിൽ നന്മയുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുള്ളൂ. അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കത്തുള്ളൂ അല്ലേ? അല്ലാതെ നമുക്ക് മറ്റുള്ളവരുടെ ഇഷ്ടം വാങ്ങിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും കള്ളത്തരം കാണിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പം ഈ ഓണസ്റ്റി എന്താണെന്ന് കുറച്ചുകൂടെ മനസ്സിലാവാനായിട്ട് നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ കാണാൻ ഇഷ്ടമല്ലേ? സോ പ്ലീസ് വാച്ച് ദി വീഡിയോ.
എല്ലാവരും വീഡിയോ കണ്ടോ? നമ്മുടെയൊക്കെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്, അല്ലേ? ഒരു വഴിവക്കിലിരുന്ന ഒരു കുഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുകയാണ്, കുറച്ച് പണത്തിന് വേണ്ടി യാചിക്കുകയാണ്. ആരും ആ കൊച്ചിനെ ഒന്ന് നോക്കുന്നു പോലും ഇല്ല. അവസാനം തനിക്ക് ഭക്ഷണം പോലും തരാതെ കടന്നുപോയ ഒരു സ്ത്രീയെ ആ കുഞ്ഞ് സഹായിക്കുകയാണ്. സത്യസന്ധത കാരണം. തീർച്ചയായിട്ടും സത്യസന്ധതയ്ക്ക് പ്രതിഫലമുണ്ട്. നമ്മൾ കള്ളത്തരത്തിലൂടെ എത്ര വിജയം കൈവരിക്കാൻ നോക്കിയാലും അതൊരിക്കലും നമുക്ക് നിലനിൽക്കുന്ന ഒരു വിജയമായിരിക്കുകയില്ല. പകരം അതെന്തെങ്കിലും പിടിക്കപ്പെടും. പക്ഷെ നമ്മൾ സത്യസന്ധമായി നമ്മൾ അധ്വാനിച്ചൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് എന്നും ഉണ്ടായിരിക്കും. നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് സത്യസന്ധത കാണിക്കാനും കള്ളത്തരം കാണിക്കാനും ഒരുപാട് അവസരങ്ങളുണ്ട്, അല്ലേ? അപ്പം ഈ സത്യസന്ധത കാരണം നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ സത്യസന്ധത കാണിക്കേണ്ടത്, അതിനെപ്പറ്റി നമുക്കൊന്ന് കണ്ടാലോ? എന്തിനാണ് നമ്മൾ സത്യം പറയേണ്ടത്? Telling the truth lets everyone know what really happened. There is less misunderstanding, confusion or conflict. നമ്മളിപ്പോൾ ഒരു കാര്യം നടന്നത് അത് സത്യമായിട്ട് മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ അവിടെ കൂടുതൽ വഴക്കുകളോ അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂഷനുകളോ തെറ്റിദ്ധാരണകളോ ഒന്നും ഉണ്ടാവത്തില്ല. ഇറ്റ് പ്രൊട്ടക്ട്സ് ഇന്നസെൻറ്റ് പീപ്പിൾ ഫ്രം ബീങ് ബ്ലെയിംഡ് ഓർ പണിഷ്ഡ്. പലപ്പോഴും കള്ളത്തരം പറഞ്ഞ് നമ്മൾ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ ഓരോ പ്രശ്നത്തിലേക്ക് വലിച്ചഴയ്ക്കാറുണ്ട്. അപ്പം നമ്മൾ സത്യമായിട്ട് കാര്യം നടന്നതുപോലെ പറയുകയാണെങ്കിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയോ ബ്ലെയിം ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്യത്തില്ല. ഇറ്റ് അലൗസ് എവരിവൺ ടു ലേൺ ഫ്രം വാട്ട് ഹാപ്പൻ. എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാവാനായിട്ട് പറ്റും നമ്മൾ സത്യമായിട്ട് പറയുകയാണെങ്കിൽ. യു യൂഷ്വലി ഗെറ്റ് ഇൻ ടു ലെസ് ട്രബിൾ ഫോർ ടെലിംഗ് ദ ട്രൂത്ത് ദാൻ ഫോർ ലൈങ്. നമ്മളിപ്പോൾ സത്യസന്ധമായിട്ട് നടന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കും ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് അകന്നിരിക്കാനായിട്ട് സാധിക്കും. അതർ പീപ്പിൾ ട്രസ്റ്റ് യു മോർ വെൻ യു ടെൽ ദ ട്രൂത്ത്. മറ്റുള്ളവരും നമ്മളെ കൂടുതലായിട്ട് വിശ്വസിക്കും നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ. യു ഡോണ്ട് ഹാവ് ടു ടെൽ മോർ ലൈസ് ടു കീപ് യുവർ സ്റ്റോറി സ്ട്രേറ്റ്. ഇപ്പം നമ്മൾ ഒരിക്കലൊരു കള്ളം പറഞ്ഞു, പിന്നീട് നമ്മൾ കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം അതിനെ ഒരു സത്യമാക്കാനായിട്ട്. ഇപ്പോൾ നമ്മളത് സത്യമായിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരോട് പറഞ്ഞതെങ്കിൽ നമുക്കൊരിക്കലും അതിനെപ്പറ്റി കൂടുതൽ ടെൻഷനാവോ വറിയടിക്കേണ്ട കാര്യങ്ങളൊന്നും വരത്തില്ല. ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൂടുതൽ കള്ളങ്ങൾ നമ്മൾ സൃഷ്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. യു ഗെയിൻ യുവർ റെപ്യൂട്ടേഷൻ ഫോർ ബീങ് ട്രസ്റ്റ്ഫുൾ, എ ട്രേറ്റ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ വാല്യൂ. നമ്മൾ സത്യം പറയുകയാണെങ്കിൽ നമുക്കൊരു അംഗീകാരം കിട്ടും, നമ്മൾ വളരെ സത്യസന്ധരാണെന്ന്. അതാണ് ഏറ്റവും എല്ലാ മനുഷ്യരും വിലമതിക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്, സത്യസന്ധരായിരിക്കുന്ന ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഫീൽ സെക്യൂർ ആൻഡ് പീസ്ഫുൾ ഇൻസൈഡ്. നമ്മളിപ്പം നടന്നൊരു കാര്യം സത്യമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മനസ്സമാധാനം കിട്ടും. നമുക്ക് ഒത്തിരി ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യം വരത്തില്ല. അതേസമയം നമ്മൾ കള്ളമാണ് പറഞ്ഞതെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് സത്യസന്ധതയുടെ ആവശ്യകത എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. സത്യസന്ധത ഉള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ ശാശ്വതമായ ഒരു വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എത്ര കള്ളത്തരത്തിൽ കൂടെ നമ്മൾ വലിയ ആളായെന്ന് പറഞ്ഞാലും അതൊന്നും നിലനിൽക്കുന്ന സൗഭാഗ്യങ്ങളോ നേട്ടങ്ങളോ ഒന്നും ആയിരിക്കുകയില്ല. പലപ്പോഴും നമുക്കൊക്കെ ആഗ്രഹം കാണും സത്യസന്ധമായിട്ട് ജീവിക്കണം, പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് ഓരോ കള്ളത്തരങ്ങളൊക്കെ ചെയ്യിക്കും, അല്ലേ? അപ്പം എങ്ങനെയൊക്കെ ആയാലും നമുക്കൊരു സത്യസന്ധത വളർത്തിയെടുക്കാൻ പറ്റുക, കുറച്ച് ടിപ്സ് ടീച്ചർ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. നമുക്ക് എന്തൊക്കെ നല്ല മാർഗങ്ങളിലൂടെ സത്യസന്ധരാവാൻ പറ്റും? ഹൗ ടു ബി ഓണസ്റ്റ്. ആൻറ്റിസിപ്പേറ്റ് ബിഹേവിയേഴ്സ് ദാറ്റ് വിൽ മേക്ക് യു ഫീൽ ഗിൽറ്റി. നമുക്ക് കുറ്റബോധം ഉളവാക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി നേരത്തെ അറിയായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് കഴിവതും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതാണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. നമ്മളെ ഒരിക്കലും മറ്റുള്ള ഒരാളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്താതിരിക്കുക. നമുക്ക് നമ്മുടേതായ ക്യാരക്ടറിസ്റ്റിക്, നമ്മുടേതായ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഓരോരുത്തരും യൂണീക്കാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ മറ്റൊരാളുമായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുക. അക്സെപ്റ്റ് ദ കോൺസിക്വൻസസ് ആൻഡ് ഡിസൈഡ് ടു ഫേസ് ദം. ഇപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും പേടിക്കാതെ നമുക്ക് എന്തൊക്കെ പരിണിത ഫലങ്ങൾ ഉണ്ടാകുന്നോ, എന്തൊക്കെ സാഹചര്യങ്ങൾ മുന്നിൽ കിടക്കുന്നോ അതിനെയൊക്കെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. എന്തൊക്കെ പരിണിത ഫലങ്ങൾ നമ്മൾ സത്യം പറയുന്നതിലൂടെ ഉണ്ടായാലും അത് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഡു തിങ്സ് ദാറ്റ് മേക്ക് യു ഫീൽ പ്രൗഡ്. പിന്നെ നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം അഭിമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. മറ്റുള്ളവർക്ക് നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക.
അവോയ്ഡ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് യു വിൽ ഹാവ് ടു ലൈ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി കള്ളം പറയുന്ന സാഹചര്യങ്ങൾ ഒരുപാട് നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മനഃപൂർവ്വം ഒഴിവായി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പം നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയോ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയോ അവരൊക്കെ നമ്മളോട് സഹായം ചോദിക്കുമ്പം സൗഹൃദത്തിൻ്റെ പുറത്തൊക്കെ പലപ്പോഴും കള്ളത്തരം പറയേണ്ടതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കി നല്ല കാര്യങ്ങൾ മാത്രം, നല്ല സുഹൃത്ത് ബന്ധങ്ങളെ പരിപോഷിപ്പിച്ചെടുക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഓൾവേസ് എക്സസൈസ് ടാക്ട്, നല്ല നല്ല തന്ത്രങ്ങൾ ഉപയോഗിക്കുക. സത്യസന്ധരാവാനുള്ള നല്ല തന്ത്രങ്ങൾ ഉപയോഗിക്കുക. ജീവിതത്തിൽ എങ്ങനെയാണ് സത്യസന്ധത വളർത്തിയെടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ആദ്യം സത്യസന്ധത കാണിക്കേണ്ടത് നമ്മളോട് തന്നെയാണ് അല്ലേ. ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട്, നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളോട്, നിങ്ങളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ സഹോദരങ്ങളോട്, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലെ എല്ലാവരോടും നിങ്ങൾ സത്യസന്ധരായി പെരുമാറണം. പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ സത്യസന്ധത പുലർത്തണം. അതുപോലെ മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ കള്ളത്തരമൊന്നും കാണിക്കാതെ അതിൽ സത്യസന്ധത പുലർത്തണം. നിങ്ങളോട് തന്നെ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി പരീക്ഷയൊക്കെ എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പിയൊന്നും അടിക്കാതെ തനിക്കറിയാവുന്ന എന്താണോ അത് സ്വന്തം പേപ്പറിൽ എഴുതി വെക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴേ സത്യസന്ധത കാണിച്ചു തുടങ്ങിയാലേ നമ്മൾ വലുതായി വലിയ നിലയിലൊക്കെ ഒരുപാട് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവിടെയും സത്യസന്ധരായ മക്കളായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ. ഓക്കെ, ടീച്ചർ പറഞ്ഞത് ശരിയല്ലേ? അതെ, എൻ്റെ മക്കളൊക്കെ നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം. എങ്കിലും ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധമായിട്ട് നിൽക്കുക. അതുപോലെ വീട്ടിലെ ചെറിയ കള്ളത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ നമ്മുടെ സഹോദരങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ കള്ളത്തരത്തിൽ അതൊക്കെ മോഷ്ടിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ അച്ചാച്ചൻ്റെയോ അമ്മയുടെയോ പോക്കറ്റിൽ നിന്നൊക്കെ ഇച്ചിരി ഇച്ചിരി പൈസകളും കാര്യങ്ങളൊക്കെ എടുക്കാതൊക്കെ അതൊന്നും വേണ്ട. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും നമ്മുടെ കൂടെ കാണും, നമ്മുടെ അധ്യാപകർ നമ്മുടെ കൂടെ കാണും, നമ്മളോട് ഇഷ്ടമുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ കൂടെ കാണും അല്ലേ. പിന്നെ കള്ളത്തരത്തിന് ആരെയും നമ്മൾ പ്രേരിപ്പിക്കാതിരിക്കുക. നമ്മൾ സത്യസന്ധരായിരിക്കുക, മറ്റുള്ളവരോട് നമ്മൾ സത്യസന്ധത കാണിക്കുക. അതുപോലെ എല്ലായിടത്തും സത്യസന്ധത കാണിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. അതിനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം കേട്ടോ. സോ എല്ലാവർക്കും ഓണസ്റ്റി എന്താണ്, അതിൻ്റെ ഫുൾ മീനിങ്ങിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കണം. നാളെ മുതൽ ഒരു തീരുമാനമെടുക്കുക. ഞാൻ ഇന്ന് മുതൽ സത്യസന്ധനായ ഒരു വ്യക്തിയായിരിക്കും. ആരോടും കള്ളത്തരം കാണിക്കുകയോ കള്ളത്തരം ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത സത്യസന്ധനായ ഒരു വ്യക്തിയായിരിക്കും ഞാനെന്ന് എല്ലാവരും ഒരു തീരുമാനമെടുത്ത് നാളെ തൊട്ട് നല്ല കുട്ടികളായിട്ടിരിക്കുക. ഓക്കെ, ടീച്ചർ അടുത്ത ദിവസത്തേക്ക് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി കൂടി തരികയാണ്. പ്രിപ്പയർ എ ഷോർട്ട് റൈറ്റപ്പ് ഓൺ ഓണസ്റ്റി. സത്യസന്ധതയെപ്പറ്റി ചെറിയൊരു നോട്ട് നിങ്ങൾ എഴുതിക്കൊണ്ട് വരണം. അപ്പോൾ ടീച്ചർ ഇന്ന് പഠിപ്പിച്ച മെയിൻ പോയിൻറ്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓണസ്റ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂട്ടിയിണക്കി നല്ലൊരു ബ്രീഫായിട്ടുള്ളൊരു ഷോർട്ടപ്പ് സത്യസന്ധതയെപ്പറ്റി എഴുതിക്കൊണ്ട് വരണം. ഓക്കെ, so that's all for today. Thank you.